തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന കേസിൽ പ്രതി അനീഷയുടെ വീട്ടിൽ അല്പസമയത്തിനകം പരിശോധന നടക്കും. ഇരിങ്ങാലക്കുട ആദ്യയുടെ സാന്നിധ്യത്തിൽ ഫോറൻസിക് സംഘം പരിശോധിക്കും. വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് ചേരുകയാണ്. ശരത്ത്, ഈ അനീഷ ആദ്യത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്താണോ ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടക്കാൻ വേണ്ടി പോകുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? മനു, അനീഷയുടെ വീട്ടിലുള്ള ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. RDOയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരം പരിശോധന നടത്തുന്നത്. 2021 നവംബർ 6 ആദ്യ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഭവിൻ്റെ വീട്ടിലും 2024 ഓഗസ്റ്റ് 29 കൊല്ലപ്പെടുകയും 30 കുഴിച്ചിട്ടു എന്ന് പറയും ചെയ്യപ്പെടുന്ന ഭവിൻ്റെ വീട്ടിലും ഇത്തരത്തിൽ ഇതേ സംഘം തന്നെ എത്തി പരിശോധന നടത്തും. ഇന്നലെ തന്നെ ഫോറൻസിക് സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരുന്നു പ്രതികളെ. തെളിവെടുപ്പിന് ശേഷം ഇന്ന് രാവിലെ ഇത്തരത്തിൽ പരിശോധന നടത്തും എന്ന് പറഞ്ഞിരുന്നു. അവരുടെ പരിശോധന ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പരിശോധന ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. 2021 ഇത്തരത്തിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടിട്ടുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും രീതിയിലുള്ള അവശിഷ്ടങ്ങളുണ്ടോ എന്ന കാര്യത്തിനകത്തൊരു സംശയം പോലീസിന് ഇപ്പോഴുമുണ്ട്. കാരണം 8 മാസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ഈ കുഞ്ഞിൻ്റെ അസ്ഥികളും മറ്റും അവിടെ നിന്ന് പെറുക്കി ഈ ഭവിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു നൽകിയിരുന്നു. അവിടെ നിലവിൽ ഇപ്പോൾ അവിടെ എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും തുമ്പാകുന്ന രീതിയിൽ അവശിഷ്ടങ്ങൾ വല്ലതും ഉണ്ടോ എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് സംഘമാണ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശരത്തിന്റെ വെല്ലുവിളി 2021 ഈ കുഞ്ഞിന്റെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടത്. അതിനുശേഷം അവിടെ നിന്ന് അസ്ഥികൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ ഘടകം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും തെളിവിന്റെ ഒരു തരിയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുപോലും നഷ്ടപ്പെടുത്തരുത് എന്ന പോലീസിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇതിനകത്ത് നിലവിൽ ഇന്നലെ ഈ ഭവിൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് കുറച്ച് അസ്ഥികളുമായിട്ടാണ്. അസ്ഥികൾ മാത്രമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 കുഞ്ഞുങ്ങളുടെ അസ്ഥികളാണ്. അത് ആൺകുട്ടികളുടേതാണ് എന്ന കാര്യത്തിനകത്ത് വ്യക്തതയുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലാണ് കൊല്ലപ്പെട്ടത് എന്നീ കാര്യങ്ങൾക്കകത്ത് അതിൽ നിന്നും പരിശോധന നടത്തിയാൽ കണ്ടെത്തുക ശ്രമകരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്ര കാലപ്പഴക്കമുണ്ട് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അസ്ഥികളിൽ നിന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പോലീസിന് വിദഗ്ധോപദേശം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സംഭവ സ്ഥലത്ത് കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ പരിശോധന തൃശ്ശൂരിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ വീടിന്റെ പുറകിലാണ് ആദ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. 2021 ആ സംഭവം അവിടെ നടക്കുന്നത്. അതിനുശേഷം പിന്നീട് 8 മാസങ്ങൾ കഴിയുമ്പോൾ അവിടെ നിന്ന് അസ്ഥികൾ ശേഖരിച്ച് അത് ഈ ഭവിന് കൊണ്ട് നൽകുന്നതും അതാണ് കേസിന്റെ വഴി എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള തെളിവിന്റെ ഒരു ചെറു തരിമ്പെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ വിശദമായി ഫോറൻസിക് സംഘം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഫോറൻസിക് സർജൻ ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് RDOയുടെ സാന്നിധ്യത്തിൽ അവിടെ ഈ ഫോറൻസിക് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കേസിന്റെ അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ തെളിവ് തേടിയുള്ള ഈ പരിശോധന നമുക്ക് കാണാൻ കഴിയുന്നത്. ശരത്താണ് ഈ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് നൽകിയത്.